ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഹായ്, സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ ആയി വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുഞ്ഞുവിനും പാറൂസിനും സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ കാലത്ത് നേരത്തെ എണീറ്റിട്ട് സാമ്പാറും പിന്നെ ഒരു ചെറിയൊരു മധുര കറി പഴമൊക്കെ ഇട്ടിട്ടുള്ള പച്ചടിയിൽ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അതേ അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലത്തെ ശർക്കര കുറവായിരുന്നു മധുരക്കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അതാ അമ്മയുടെ അടുത്തുനിന്ന് പോയി ഫ്രിഡ്ജൊക്കെ തപ്പി അതിൽ നിന്ന് ഒരു കഷ്ണം ശർക്കര ഞാൻ എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ അവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് സോപ്പിട്ട് അവിലൊക്കെ മേടിച്ച് അങ്ങനെ ശർക്കരയും അവിലും ഒക്കെ എടുത്ത് ഞാൻ എന്താ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മുത്തീനെ ഒന്ന് എത്തിച്ച് നോക്കിയപ്പോൾ മുത്തിയുടെ കുളിയൊക്കെ ഒരു സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് അവിലൊക്കെ എടുത്തിട്ട് ഞാൻ എന്താ വീട്ടിൽ പോയി. പിന്നെ എന്താ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് ഇടും. മറ്റേ അത് ഈ കുഞ്ഞ് തിണ്ണയൊക്കെ തുടച്ചിടണം എപ്പോഴും. അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒക്കെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ പോയതുണ്ടാവുമല്ലോ, അതൊക്കെ നിറച്ചവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്താൽ തന്നെ ഇടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതാകുമ്പോൾ ഇരട്ടിപ്പണി. അപ്പോൾ കൈയോടെ തന്നെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും. കുഞ്ഞിന് പാറൂസിന് എണീറ്റിട്ടില്ല. ഈ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് വേണം അവരെ പോയി ഏൽപ്പിക്കാനായിട്ട്. പാറൂസിൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ഇരിക്കേണ്ടി വരും കേട്ടോ. അവളുടെ ഈ എണീറ്റിട്ട് ആ മൂടൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വാശിയായിരിക്കും. ഒന്ന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തിരി കൊഞ്ചലും വാശിയൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും അവൾക്ക്. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പാത്രം അങ്ങനെയൊക്കെ കഴുകാനായിട്ട് നിൽക്കുന്നുണ്ട്. പാത്രങ്ങൾ അധികമൊന്നുമില്ല. അപ്പോൾ കുറേശ്ശെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ കിടക്കുന്ന കുറച്ച് പാത്രങ്ങൾ അത്രയേ ഉള്ളൂ. ഇന്ന് എനിക്ക് കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് തൃശ്ശൂർക്കും പോകണം. അപ്പോൾ കാലത്തെ പണികളെല്ലാം കഴിച്ച് വൈകുന്നേരത്തേക്ക് ഉള്ള ദിവസങ്ങളും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് സാമ്പാർ വെച്ച കാരണം ഉച്ചതിരിഞ്ഞലേക്ക് എളുപ്പമായിരിക്കും. കുട്ടികൾ വരുമ്പോൾ കൊടുക്കാനായിട്ട് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ സാമ്പാർ വെറുതെ ഒന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് സിങ്കൊന്നും ഞാനിപ്പോൾ കഴുകില്ല കേട്ടോ. വൈകുന്നേരം മാത്രമേ സിങ്ക് നന്നായി മറ്റേ ബേക്കിംഗ് സോഡയും പിന്നെ വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് സിങ്ക് കഴുകാനായിട്ട് എടുക്കാറ്. അതാകുമ്പോൾ നല്ല പോലെ വൃത്തിയാവും കേട്ടോ. നല്ല തിളക്കമുണ്ടാവും. അതിട്ട് നമ്മുടെ ഈ സ്റ്റീൽ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ അതും നല്ല തിളക്കമുണ്ടായിരിക്കും. ഈ സ്റ്റീലിൻ്റേതായ സംഭവങ്ങളൊക്കെ കഴുകുമ്പോൾ നല്ല തിളക്കമാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. രാവിലെ ഇവിടെ ചോറാണ് പതിവ്. രാവിലെ ഉച്ചയ്ക്കും ചോറ്, വൈകുന്നേരം പലഹാരം ഞാൻ ഉണ്ടാക്കും. വൈകുന്നേരം അങ്ങനെ ആരും ചോറ് ഉണ്ണാറില്ല. അപ്പോൾ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞാണ് പലഹാരം ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം. വൈകുന്നേരത്തിന് പിന്നെ വേറെ ഉണ്ടാക്കണ്ട, അതന്നെ കഴിക്കുകയും ചെയ്യാം. ഇന്ന് രാവിലെ സാമ്പാർ പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ, പപ്പടം. അതന്നെയാണ് ഉണ്ണികൾക്ക് സ്കൂളിൽ ഞാൻ കൊടുത്തു വിടാറ് കേട്ടോ. അങ്ങനെ എൻ്റെയും പാറൂസിൻ്റെയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ രണ്ടാൾക്കുള്ള ടിഫിനൊക്കെ ആക്കുകയാണ് കേട്ടോ. കുഞ്ഞുഞ്ഞിൻ്റെയും പാറൂസിൻ്റെയും ടിഫിനൊക്കെ ആക്കിയിട്ട് ഞാൻ അവിടെ വെക്കും. പാറൂസിൻ്റെ ഞാൻ എടുത്ത് വയ്ക്കും ബാഗിൽ. കുഞ്ഞുഞ്ഞിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുപ്പിയും ചോറ്റും പാത്രമൊക്കെ അങ്ങനെ ആക്കി വയ്ക്കും. പിന്നെ അവൻ തന്നെ എടുത്ത് വയ്ക്കും. രണ്ടാളുടെ സ്കൂളിലും ചോറുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് കഴിക്കാറില്ല. വല്ല സ്പെഷ്യൽ വല്ല ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ പാലും മുട്ടയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് അങ്ങനെ അവർ മേടിച്ച് കഴിക്കാറില്ല. പാറൂസിൻ്റെ ബാഗ് കുഞ്ഞുഞ്ഞിടും. ഇപ്പോൾ കുഞ്ഞുഞ്ഞാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൈയൊക്കെ വിറയ്ക്കും അവൻ്റെ. അത് കാരണം വീഡിയോ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല.
ഇവരെ കൊണ്ടുവന്നാക്കി വന്നിട്ട് എനിക്ക് റീൽ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റീലൊക്കെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ. അത് കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ പോയി വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കടയിൽ ചെന്നപ്പോൾ അവിടെ ഫ്രീസറിൽ നോക്കിയപ്പോൾ ഈ സാൻഡി കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യൂട്ടാ. ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ കുറേ മേടിച്ച് തന്നിട്ടുണ്ട് ഈ ഐസ്ക്രീം. ഈ ബാഗ് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ, കാപ്പി കളറ്. ഇതെൻ്റെ പഴയ ബാഗ്. ഇന്ന് ഞാൻ ബാഗുകളായിരുന്നു കേട്ടോ ഷോപ്പിംഗ് നടത്തിയിരുന്നത്. അപ്പോൾ കുറേ ബാഗുകളൊക്കെ മേടിച്ച് അമ്മ സെലക്ട് ചെയ്ത് വെച്ചു, ഞാൻ പോയിട്ട് എടുത്തു കൊണ്ടുവന്നു. അങ്ങനെയായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി ഒന്ന് ഫ്രഷായി കുറച്ച് നേരം ഇരിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. അങ്ങനെ മുത്തിമാമിക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നു. പിന്നെ അത് അവർക്ക് ദോശ ഉണ്ടാക്കണമല്ലോ. ഉച്ചതിരിഞ്ഞ് അവരെ കൊണ്ടുവരാറായി. പാറൂസിന് 3:30 വരണം. അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.